ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, അസംഖ്യം മാലാഖമാർ നമ്മെ സഹായിക്കാൻ ദൈവത്താൽ അയക്കപ്പെടുന്നുണ്ട്. പുൽക്കൂടിനോട് ബന്ധപ്പെട്ട് മാലാഖയുടെ സംഗീതം പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാർ സമാധാനം ആശംസിച്ചത് ദൈവ കൃപ സ്വന്തമാക്കിയവർക്കാണ്. ഈ സത്യം തിരിച്ചറിയുക. ദൈവകൃപ ആർജിക്കണം. കാരണം സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന കൃപകൾ അത് ദൈവം ധാരാളമായി വർഷിക്കുന്നുണ്ട്. മാലാഖമാർ പരിശുദ്ധിയുടെ പ്രതീകമല്ലേ? സമാധാന ആശംസയുമായി അവർ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ സമാധാന വാഹകരായി നമ്മെ മാറ്റുകയാ ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോയുടെ വിടവാങ്ങലിന് മുമ്പ് സമാധാനം നമുക്ക് ധാരാളമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുൽക്കൂട്ടിലും ഉണ്ണി സമാധാനം സ്ഥാപിക്കാൻ പിറന്നു. നമുക്ക് സമാധാന വാഹകരായി മാറണ്ടേ? നിങ്ങൾ അതിനായി വിളിക്കപ്പെട്ടവരാണ്. അനേകർക്ക് സമാധാനം വിതറാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കൂടുതൽ അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ആമേൻ.